പ്രഭാതത്തിൽ വീണ്ടും കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും തൻ്റെ വചനം ധ്യാനിക്കാനും ഒക്കെ ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാം പാസ്റ്റർ ഈ 58-ാം അധ്യായം യെശയ്യാ പ്രവചനം വായിച്ചപ്പം ഞാൻ ഓർക്കുകയായിരുന്നു. മിക്കപ്പോഴും ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ്, എന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉപവാസമാണെന്ന് പറയുകയും പല പല കാര്യങ്ങളിൽ ഇടപെട്ടും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം. ജോലി ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. ബ്രദറെ എന്നാൽ ചായ കുടിക്കാമെന്ന് പറയുമ്പോൾ പറയുമോ, ഇല്ല ബ്രദറെ ഞാൻ ഉപവാസമാണ് എന്ന് പറയും. സത്യത്തിൽ ഉപവാസം തന്നെയാണ്. അവർ ഉപവസിക്കാൻ, കാരണം അവർ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ ആഹാരം കഴിക്കുന്നില്ല, എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ എനിക്ക് സമയമില്ല, ഞാൻ ആഹാരം കഴിക്കാതെ നടക്കുന്നു, അതുകൊണ്ട് ഒരു ദൈവപ്രസാദം ഉണ്ടാകും എന്നുള്ളൊരു നിലയിൽ പല കാര്യങ്ങളിലും പല ബിസിനസ്സിലുമൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോവുകയും ദിവസങ്ങളോളം അതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയും. ഞാൻ എൻ്റെ ഭവനത്തിലും അതുപോലെ കൂട്ടായ്മയിലും കടന്നു ചെല്ലുന്ന പല സ്ഥലങ്ങളിലും ഞാൻ പറയാറ്, ഉപവസിക്കുന്നെങ്കിൽ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ അല്പസമയം വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ദൈവമുഖം അന്വേഷിക്കാനും നമ്മുടെ കുറവുകൾ കണ്ട് ഒന്ന് മാനസാന്തരപ്പെടാനും ഒക്കെയുള്ളൊരു സമയം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് മാത്രം ദൈവത്തിന് എന്തെങ്കിലും പ്രസാദമുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് ചിന്തിക്കാനാണ്. നമ്മൾ ഭക്ഷണം നമുക്കറിയാം, പഴയ നിയമ ഉപവാസമോ അതുപോലെ കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഉപവാസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, നമ്മളും പലപ്പോഴും എടുക്കുന്നത്, ഇത്ര നേരം ഭക്ഷണം കഴിക്കാതിരിക്കണം. അപ്പോൾ ഭക്ഷണം ഇരിക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, വളരെ സന്ദിഗ്ധമായ ചില സാഹചര്യത്തിൽ വളരെ ദൈവസന്നിധിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ, അന്ന് ഞാൻ വിവാഹിതനൊന്നുമല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിട്ടും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുമില്ല, ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് കഴിയുന്നുമില്ലാത്ത സാഹചര്യത്തിൽ ചില ദിവസങ്ങളോളം ഉപവസിക്കാനായിട്ട് ദൈവം ഇടയാക്കി തരുന്നു. അതുപോലെ രൂക്ഷമായിട്ടുള്ള ചില വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അന്ന് ഞാൻ അഭിമുഖീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവപാദപീഠത്തിൽ ഇരിക്കുകയല്ലാതെ വേറെ ഒരു സാധ്യതയുമില്ലാത്ത നിലയിൽ ആയിത്തീർന്നത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലാത്ത സമയത്തും ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കത്തില്ല എന്നല്ല പറയുന്നത്. ഞാൻ എന്നാൽ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ലോങ് ഉപവാസങ്ങളെക്കാളും ചെറിയ ഉപവാസങ്ങളാണ് എടുക്കുന്നത്. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം, ഇല്ലെങ്കിൽ മിക്കപ്പോഴും ഒരു ദിവസത്തെ രാവിലത്തെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വായിക്കാനും ധ്യാനിക്കാനുമായിട്ടുള്ള സമയം കണ്ടെത്തുക. ഇതൊക്കെയാണ് സാധാരണ പതിവ്. കഴിഞ്ഞ ചില നാളുകളായിട്ട് അതും സാധിക്കുന്നില്ല. കാരണം മരുന്ന് പോലുള്ള ചില സാധനങ്ങൾ റെഗുലറായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ ചിലപ്പം ആ മരുന്ന് കഴിക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ചില നാളുകളായിട്ട് ഈ കോവിഡൊക്കെ വന്നേ പിന്നെ അത് റെഗുലറായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും ഒരു നേരമൊക്കെ ഇത് സ്കിപ്പ് ചെയ്തിരിക്കാനൊക്കെ പലപ്പോഴും കഴിയുന്നുണ്ട്. അത് വായിക്കാനും ധ്യാനിക്കാനും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ബിജോ ബ്രദറും ഞാൻ ഒരുമിച്ചായിരുന്ന സമയത്തും ഞങ്ങൾ ഉപവസിക്കുമായിരുന്നു. എന്നാൽ അദ്ദേഹം എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എൻ്റെ കർത്താവ്, ഈ ജെയ്തി ബ്രദറിൻ്റെ കയ്യിൽ ഒരു സ്പാനറോ സ്ക്രൂ ഡ്രൈവറോ രാവിലെ കിട്ടരുത് എന്ന് പുള്ളി പ്രാർത്ഥിക്കുമെന്ന് ഒരിക്കൽ തമാശ എന്നോട് പറഞ്ഞു. തമാശയാണോ കാര്യമാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും ഈ റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ അഴിക്കുക, മുറുക്കുക, എന്തിൻ്റെങ്കിലുമൊക്കെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുക, അത് ശരിയാക്കുക. അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള പല അപ്ലയൻസസിൻ്റെയും പല സാധനങ്ങളും ഒക്കെ ഞാൻ തന്നെ റിപ്പയർ ചെയ്യുന്നത്. മിക്കതും റിപ്പയർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടെത്തി അത് ശരിയാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇൻട്രസ്റ്റിൽപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പലപ്പോഴും അത് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഈ പണിയെല്ലാം ഒരു നെട്ടും ബോൾട്ടും മുറുക്കുന്നതോടെ തീരും. നമ്മുടെ ദിനേശ് ബാബു ബ്രദറും അതുപോലൊക്കെയുള്ള വ്യക്തി തന്നെയാണ്. അപ്പം ഈ നെട്ടൊന്ന് മുറുക്കിയാൽ മതി, അതോടെ തീരും. എന്നാൽ പഠിച്ച പണി 18 നോക്കിയാലും ഈ നെട്ട് മുറുകത്തില്ല. അതാ അതിൻ്റെ വേറെ രഹസ്യം. അപ്പം നമ്മളത് മുറുക്കി നമ്മൾ ഏത് സമയമാണോ പ്രാർത്ഥിക്കാനും വായിക്കാനും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്, ആ സമയം മുഴുവൻ ഉപയോഗമില്ലാത്തതായിട്ട് ഇതുപോലെ നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ടഡ് ആയിട്ട് പോവുകയും അവസാനം അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അയ്യോ ഉപവാസമായിട്ട് ഇന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പ്രാർത്ഥന മാത്രം നടന്നില്ല, ബാക്കി എല്ലാ കാര്യവും നടന്നു എന്നുള്ളത് പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവമായിട്ട് തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഉപവസിക്കുക, അത് ദൈവദാസൻ അതിൻ്റെ അർത്ഥം പറഞ്ഞില്ല, കൂടെ വസിക്കുക എന്നുള്ള അത് എത്ര അർത്ഥവത്തായിട്ടാണ്
അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നലെ ഒക്കെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒരു മഹത്വം ഉണ്ടാകുന്ന നിലയിലോ നമ്മളെ 4 പേര് കണ്ട് നമ്മളൊരു പ്രാർത്ഥനാ മനുഷ്യനാണ് എന്ന് സർട്ടിഫൈ ചെയ്യുന്ന രീതിയിലോ ഉള്ള നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ നിങ്ങൾ കൊടുക്കുകയോ അമിത ഭാഷണം പ്രാർത്ഥനയിൽ നടത്തുകയോ ഒന്നും ചെയ്യരുത് എന്ന് കർത്താവ് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലുമല്ല. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ പാസ്റ്റർമാരായിട്ടിരുന്ന വ്യക്തികൾ, ഉപദേശിമാര് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതൊന്നുമില്ല, ഒരു അപ്പനോട് ഒരു മകൻ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിച്ചാൽ മാത്രം മതി ജയദീപ്. അല്ലാതെ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പോലെ ആലങ്കാരികമായിട്ട് ചമത്കാരപൂർണമായിട്ടൊന്നും അത് പറയണമെന്നൊന്നും ഒരു ആവശ്യവും ഇല്ല. ചില വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഒക്കെ പറയണമെന്നൊന്നുമില്ല. എന്താ നിങ്ങളുടെ വായിൽ വരുന്നത് അത് സിമ്പിളായിട്ട് ദൈവത്തോട് പറയുന്ന കാര്യം മാത്രമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രാർത്ഥിക്കാനും അത് രഹസ്യ പ്രാർത്ഥനയിലും ഒക്കെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവരെ എൻകറേജ് ചെയ്തിട്ടുള്ള ദൈവഭക്തന്മാരെ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കുകളോ അതിൻ്റെ ഉപയോഗമോ അതിൻ്റെ ഭംഗിയോ അതിൻ്റെ സാഹിത്യമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ഒരു മകൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ അവന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത അവൻ്റെ ആ കുഞ്ഞ് നാവ് വെച്ച് അവൻ എങ്ങനെയാണ് അവൻ്റെ ചില ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് എന്തോരം സന്തോഷവും സ്നേഹവും ഒക്കെ അവനോട് തോന്നും എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് പറയുന്ന വാക്കുകൾ ദൈവം എന്തുമാത്രം വിലമതിക്കുന്നെന്നും ദൈവം സന്തോഷിക്കുന്നെന്നും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില പ്രത്യേക വാക്കുകളോ അതിൻ്റെ ഭംഗിയോ അതിൻ്റെ രൂപകമോ ഇതൊക്കെ നോക്കി ഇരിക്കുന്ന ആരും ഇവിടെ ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുക, ദൈവം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരുപക്ഷെ നമ്മുടെ ഹൃദയം നോക്കുകയും വാക്കുകളുടെ അർത്ഥം മാത്രമല്ല ഹൃദയം കൂടെ നോക്കുകയും ചെയ്യുന്ന ദൈവം എന്തുമാത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് ഡോക്ടർ മുരളീധർ പറഞ്ഞ ഒരു വാക്ക് എനിക്കെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ള ഒരു വാക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്വയറ്റ് ടൈമിനെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുകയായിരുന്നു. അത് പറഞ്ഞത് വചനപ്രകാരം നോക്കുമ്പോൾ ഒരു അതിശയോക്തി പോലെ തോന്നും. എന്നാൽ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണല്ലോ. പണ്ടൊക്കെ ദൈവത്തെ അറിയാത്ത സമയത്തൊക്കെ നമ്മൾ 4 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അലാറം വെച്ച് ഒക്കെ എഴുന്നേൽക്കുന്ന സ്വഭാവക്കാരായിരുന്നു. എന്നാൽ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ള അനുഭവം, കർത്താവ് എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം, നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയും. ഞാൻ പ്രാർത്ഥിച്ച് കിടന്ന മിക്കപ്പോഴും ഒരു 4 മണിയാകുന്ന സമയത്ത് നമ്മൾ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ സംഭവിക്കണമെന്നോ അതിന് ആധാരമായിട്ടൊരു വചനമുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു അനുഭവം പറയും. എല്ലാവർക്കും ഒരുപക്ഷെ അത് അർത്ഥവത്തായിക്കൊള്ളണമെന്നും ഇല്ല. അതിനെയൊന്നും ഒരു നിയമമായിട്ടോ ഒന്നും ഞാൻ പറയുകയല്ല. ദൈവം നമ്മളെ പലപ്പോഴും എഴുന്നേൽപ്പിക്കുകയും പ്രാർത്ഥിക്കാനായിട്ട് സഹായിക്കുകയും പല കാര്യങ്ങളിൽ അതുപോലൊക്കെ നമുക്ക് ഇത് ചെയ്യുന്നത് അറിയാമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, നാം 6 മണിക്ക് എഴുന്നേറ്റ് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ദൈവസന്നിധി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഈ 6 മണിയാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്തു. കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാൻ, ഈ പുതുതായിട്ട് വീണ്ടും ജനിച്ച എൻ്റെ കുഞ്ഞുമകൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ, അവൻ്റെ ബാബ്ലിങ്സ് കേൾക്കാൻ, അവൻ്റെ ഒരുപക്ഷെ അർത്ഥപൂർണമല്ലാത്ത തോന്നാവുന്ന നിലയിലുള്ള അവൻ്റെ പല ഇതും കേൾക്കാനായിട്ട് ദൈവം കാത്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിരാശപ്പെടുത്തുന്ന അദ്ദേഹം സ്റ്റുഡൻസിനോടൊക്കെ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുക. ഒരു നിലയിൽ അത് ദൈവവചന പ്രകാരവും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ആദാമിനെ തേടി ദൈവം വരുന്ന കാഴ്ചയും, ആദാമേ നീ എവിടെ? കാരണം മനുഷ്യന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും മനുഷ്യനോട് കൂടെ ആയിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, അവന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ദൈവം, മനുഷ്യനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. അവൻ പാപം ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സമയത്തും അവനെ തേടി വരുന്ന ദൈവം. നമ്മൾ ഈ രക്ഷ ഇതൊന്നൊക്കെ പറയുമ്പോഴും നമുക്ക് എപ്പോഴും പറയാനുള്ളത് കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചതല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ അന്വേഷിക്കുന്നു, ഞാൻ നിങ്ങളെ ഈ ദിവ്യമായ രക്ഷയിലേക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇങ്ങനൊരു വഴി, ജീവനുള്ള പുതുവഴി ഞാൻ തുറന്നു. അപ്പം നമ്മളെ എപ്പോഴും അന്വേഷിക്കുകയും
നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുകയും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയും നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം എന്നുള്ള ഒരു കാര്യം, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ എന്തുമാത്രം ബലപ്പെടുത്തുന്ന കാര്യം. വേറെ ആരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും എൻ്റെ പ്രാർത്ഥന കേൾക്കാനായിട്ട് ചെവി തുറന്നിരിക്കുകയും 34 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ ചെവി എപ്പോഴും അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അത് തുറന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ എത്ര അർത്ഥവത്താണെന്നും ആ ഒരു ചിന്ത എന്നെ പലപ്പോഴും പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനും ഒക്കെ എന്നെ എപ്പോഴും പ്രേരിപ്പിക്കും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവം എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലും ഈ കൂട്ടായ്മ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവം, ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? അതിൻ്റെ സോൾ പർപ്പസ് നമുക്കറിയാമല്ലോ. അത് അവൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കാനും നിത്യ യുഗങ്ങൾ അവനോടുകൂടി ആയിരിക്കാനും തക്കവണ്ണം അവൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും ആ ഒരു പർപ്പസ്, ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ മനസ്സിലാകുമ്പോൾ എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തോട് പ്രതികരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കർത്താവ് അത്രമാത്രം നമ്മളെ സ്നേഹിച്ചെങ്കിൽ അവൻ്റെ പദ്ധതിയിൽ നമ്മളായിത്തീരാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്കുള്ള ഒരു വലിയൊരു ശത്രു എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ ദൈവവചനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം എനിക്ക് തോന്നുന്നത് 9-ാം അധ്യായമാണെന്ന് തോന്നുന്നു. പരീശനും ആ ചുങ്കക്കാരനും പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥനയുടെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അധ്യായം ഒരു മിനിറ്റ്, ആ ഭാഗം പെട്ടെന്ന് റെഫറൻസ് നഷ്ടപ്പെട്ടു. ലൂക്കോസിന് 18-ാം അധ്യായം 18-ാം അധ്യായം 9 മുതൽ 11. അവിടെ പ്രധാന തടസ്സമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, പ്രാർത്ഥന ഈ ദൈവഭാഗത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ എപ്പോഴും നമുക്കുള്ള ഒരു വലിയൊരു അപകട സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ BJB ബ്രദർ, അതെ, 18-ാം അധ്യായം 13-ാം വാക്യം. അപ്പം നമുക്ക് ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നമ്മൾ സെൽഫ് റൈച്ചസ് ആയിട്ട് തീരുമ്പം നമുക്ക് ഈ പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയുടെ ഉദ്ദേശത്തിൽ നിന്നും ദൈവം അത് കേൾക്കണം എന്നുള്ള നിലവാരത്തിൽ നിന്നും അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം പ്രാർത്ഥന പലപ്പോഴും നമ്മളെ തന്നെ പുകഴ്ത്തുന്ന ഒരു അനുഭവമായിട്ട് തീരുകയും നമ്മുടെ ശ്രേഷ്ഠതകളും മറ്റുള്ളവരോടുള്ള കമ്പാരിസണിൽ നമ്മൾ ബെറ്റർ ആണെന്ന് പ്രസ്താവിക്കാനുള്ള ഒരു അവസരമായി ഈ പ്രാർത്ഥന തീരുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനെ കടയ്ക്കൽ കത്തിവെക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് വളരെ അപകടകരമായിട്ട് തീരുന്ന ഒരു സംഗതിയാണ് സെൽഫ് റൈച്ചസ്നെസ് എന്നുള്ളത്. A.W. ടോസറിൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു സംഗതി, ഒരുപക്ഷെ പാപിയായിരുന്ന സമയത്തുള്ളതിനേക്കാളും അപകടകരമായിട്ടുള്ള ഒരു സംഗതി, നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചും ആലോചന അനുസരിച്ചും ഒക്കെ ഏകദേശം അപ്രൈറ്റായിട്ട് നമ്മൾ ജീവിക്കുന്നു, നടക്കുന്നു, നമ്മുടെ നടപടികളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഏകദേശം ഓക്കെയാണ്, ഇങ്ങനെ അങ്ങ് പോയേച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നിലയിൽ, അത് മാത്രമല്ല നമുക്കറിയാമല്ലോ, ഇപ്പം എനിക്ക് പണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ മിക്കവാറും എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് മേടിക്കുന്ന ആളായിരുന്നു. എന്നാൽ ചില സമയങ്ങളിൽ ചില സബ്ജക്റ്റുകൾക്ക് പാസ് മാർക്ക് കിട്ടുകയില്ല. എന്നാലും 15 മാർക്കേ കിട്ടിയുള്ളെങ്കിലും രണ്ടാമത് ക്ലാസ്സിലുള്ള വ്യക്തിക്ക് കിട്ടിയേക്കുന്നത് 10 മാർക്കാണ്. അപ്പം പിന്നെ തോറ്റാലും എനിക്കൊരു സന്തോഷമാണ്. തോറ്റാ കിടക്കുന്ന എന്നാലും സന്തോഷമാണ്. കാരണം അവനേക്കാളും 5 മാർക്ക് കൂടുതലുണ്ടല്ലോ. ഇതാണ്. അപ്പം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു മനഃശാസ്ത്രമാണ് കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ടല്ല, ചുറ്റുമുള്ള മനുഷ്യരെ നോക്കിയിട്ട് അവരുടെ പെർഫോമൻസും അവരുടെ രീതികളും അവർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ നോക്കി ഞാനാണ് കുറച്ചുകൂടെ ശ്രേഷ്ഠൻ എന്ന് ചിന്തിക്കാനുള്ള പ്രവണത എല്ലാ മനുഷ്യരുടെ മനസ്സിലുമുണ്ട്. ഇവിടെ കാണുന്ന പരീശന്റെ പ്രശ്നവും അതുതന്നെയാണ്. അവൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി, എന്നാൽ അവൻ്റെ സ്വയനീതി നിമിത്തം അവൻ
പല കാര്യങ്ങളും അവൻ പ്രശംസിച്ച് പറയുന്ന ഒരു കാര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദൈവമേ, ഞാൻ ഈ പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അടുത്ത് നിൽക്കുന്നവനിട്ട് ഒരു കുത്തു കൊടുക്കാതെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയോ പ്രസംഗമോ ശുശ്രൂഷയോ ഒന്നും ഒരു പൂർണ്ണതയിലെത്തുകയില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു കുത്ത് അവനിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു കുത്തും കൂടെ കൊടുത്തു. ഈ 2 വട്ടം ഉപവസിക്കുന്നു. അപ്പൊ അവർ എത്ര വട്ടം ഉപവസിക്കുന്നു? 2 വട്ടം ഉപവസിക്കുന്നു. നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചു? ചുങ്കക്കാരന് ദൂരെ നിന്ന് സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ച് എന്ന് നമ്മൾ വായിക്കുക. അവൻ പറഞ്ഞ കാര്യം, ചുങ്കക്കാരനോ അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്ന താഴ്ത്തപ്പെടും. ഈ സ്വയനീതി നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പം, മറ്റു പല സ്ഥലത്തും വായിക്കുമ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? അത് സ്വയനീതിയാണ്. നമ്മൾ നിരന്തരമായിട്ട് ചില കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധി നിയമപ്രകാരം ചെയ്യുന്നു. ദൈവം എന്നെ സ്വീകരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാനിങ്ങനെ ദൈവ വഴി തന്നെയാണ് നടക്കുന്നത് എന്ന് തോന്നുമ്പോൾ, അങ്ങനെ അല്ലാത്തവരെ കാണുമ്പോൾ അവരോടൊരു ദയയും സ്നേഹവും ഭാരവും തോന്നേണ്ടതിന് പകരം അവരൊക്കെ കൊള്ളരുതാത്തവരും നരകത്തിന്റെ തീ കത്തിക്കാനുള്ള വിറകുകൊള്ളികളായിട്ട് സൂക്ഷിക്കപ്പെട്ടവരാണെന്നും അവരൊന്നും ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്നും അവരെ ജീവിതത്തിൽ നിന്നൊക്കെ കഴിവിന്റെ പരമാവധി മാറ്റി നിർത്തണമെന്നും ഒക്കെയുള്ള ചിന്തയിൽ ഞാനാണ് നീതിമാൻ എന്ന് തോന്നുന്ന ഒരു അസുഖത്തിനെയാണ് ഈ സെൽഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. അത് ആർക്കും ഏത് സാഹചര്യത്തിലും എവിടെ വെച്ചും പിടിക്കാവുന്ന ഒരു രോഗമാണ് ഈ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. അത് വളർന്നു വരാൻ അത്ര സമയമൊന്നും വേണ്ട. ഇന്ന് രാവിലെ സമയം നമ്മൾ ഏകദേശം എല്ലാം പൊടിയോളം താഴ്ത്തി സമർപ്പിച്ചാൽ പോലും ഉച്ചയാകുമ്പോഴത്തേക്ക് സെൽഫ് റൈച്ചസ്നെസിന്റെ കൊമ്പ് ഉയർന്നിരിക്കും. കാരണം ഇത് നമ്മളിൽ ഉളവാകാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ദൈവകൃപയെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ കഴിവാണെന്ന് പലതും തെറ്റിദ്ധരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ വിശുദ്ധമായ ചില കാര്യങ്ങളോടും വചനത്തോടും ഒക്കെയുള്ള നിരന്തരമായിട്ടുള്ള നമ്മുടെ അടുപ്പം കൊണ്ട് നമ്മൾ ബേസിക്കലി ആരാണെന്ന് നമ്മൾ മറന്നിട്ട് നമ്മളും അങ്ങനെയുള്ളവരാണെന്നങ്ങ് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ സെൽഫ് റൈച്ചസ്നെസ് കൊണ്ട് ഉണ്ടാകുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിനും ക്രിസ്തീയ ജീവിതത്തിനും ഒക്കെ വളരെ തടസ്സമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്ന് കർത്താവ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ചുങ്കക്കാരനും ഉള്ള ബന്ധത്തിലും അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം, ഉപവാസത്തിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ അത് കേവലം ഭക്ഷണം വെടിയുന്നതും ശരീരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഉപവാസത്തെ ഒരു ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പ്രാപിക്കാനുള്ള ഒരു മീൻസായിട്ട് കാണുകയും എന്നാൽ അതിൽ എത്രയോ വലിയ ഒരു സംഗതിയാണ് ഉപവാസമെന്നും, അത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്നും പലപ്പോഴും മറന്നുപോയിട്ട് അത് ഒരു സെൽഫ് റൈച്ചസ്നെസ്സിന് ഇടയാക്കി തീർക്കുന്ന ഒരു അനുഭവം. നമുക്കറിയാം, ദൈവദാസൻ ഓൾറെഡി അത് പ്രസ്താവിച്ച് ഇതേ ഭാഗത്ത് തന്നെ 9-ാം അധ്യായത്തിൽ ചില ആൾക്കാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ ഭക്ഷണത്തിന് ഭക്ഷിക്കുന്നതും അവരെന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത് എന്ന് കാരണം പരീശന്മാരും ശാസ്ത്രിമാരും ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എന്നാൽ ശിഷ്യന്മാരാകട്ടെ ഒന്നും ഉപവസിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും, അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞതാണ്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നിമാറില്ല, തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറിപ്പോകും. നമുക്കറിയാം, പഴയ നിയമം പോലും സത്യത്തിൽ കർമാചാരങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതല്ല. അത് അന്ന് കൊടുത്തിരുന്ന പല യാഗങ്ങളും പല ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ വരുവാനുള്ള ക്രിസ്തുവിനെ കാണിക്കുന്നതും മശിഹ വരാൻ പോകുന്നു, ദൈവിക രക്ഷ വെളിപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് പ്രത്യാശ നൽകേണ്ടതിനും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതിനും വേണ്ടി നൽകപ്പെട്ടതാണെങ്കിൽ പോലും അതിനെ കേവലം കർമാചാരങ്ങളായിട്ട് അധപ്പതിപ്പിച്ചത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ കാര്യമറിയാതെ കഥയറിയാതെ ആട്ടം കാണുന്ന പോലുള്ള ഒരു അനുഭവത്തിലായിരുന്നു ഇസ്രായേൽ മക്കൾ ആയിത്തീർന്നതെന്നും, അതുകൊണ്ട് തന്നെ ഇത്തരം കർമ്മങ്ങളാണ് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സാധിച്ചു തരാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത്. അതേസമയം തന്നെ ദൈവദാസൻ പറഞ്ഞതുപോലെ ഉള്ള എത്രയോ വലിയ വലിയ ഉപവാസങ്ങൾ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്.
എപ്പോഴും എന്നെ പഴയ നിയമം വായിക്കുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഉപവാസമാണ് പിന്നെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഉപവാസം. മരണം മുന്നിൽ കണ്ട് ഒരു പ്രത്യേക ദിവസം ഈ ജാതിയെല്ലാം നശിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ച് അവിടുത്തെ ആൾക്കാർ ആഗ്രഹിച്ചെങ്കിലും, ഹാമാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് വിഭിന്നമായിട്ട് അതേ ദിവസം ആരൊക്കെ അവരുടെ ഈ ഇസ്രായേൽ മക്കളുടെ നാശത്തിനായിട്ട് ആഗ്രഹിച്ചുവോ അവരുടെ നാശം സംഭവിക്കുന്ന നിലയിൽ കാര്യങ്ങളെ രൂപാന്തരപ്പെടുത്തക്കവണ്ണം ഇടയാക്കി തീർത്തത് ഉപവാസവും പ്രാർത്ഥനയും. ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ പൈതൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവഹിതപ്രകാരം ദൈവകരങ്ങളെ ചലിപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയാക്കി തീർക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളൊരു ഒരു കാര്യമല്ല. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ വേണ്ടി നമുക്കറിയാം, നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പം ഉടനെ നമ്മൾ പലതും ചെയ്യാൻ ശ്രമിച്ചാൽ കഴിയത്തില്ല, വായിക്കാൻ പോലും ചിലപ്പം കഴിയത്തില്ല. കാരണം ഒരു ഹെവിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തമെല്ലാം ഈ ആഹാരം ദഹിപ്പിക്കാനുള്ള ആ ഒരു പ്രോസസ്സിൽ കൂടുതൽ ഈ വയറിൻ്റെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുമെന്ന് ആരാണ്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നെനിക്ക് അറിയില്ല. അപ്പം നമുക്ക് അറിയാം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോഴും അതിഭക്ഷണത്താലും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ നിലയിൽ ഇങ്ങനൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഭക്ഷണം വെടിയുകയും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനാണെന്നുള്ള നിലയിൽ തന്നെ മറ്റെല്ലാ വ്യാപാരങ്ങളിൽ നിന്നും നമ്മൾ മാറി നിന്ന് ഏകാഗ്രമായിട്ട് ഹൃദയം ഏകാഗ്രപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് പലരും പറയുന്നത്, നമ്മളിപ്പോൾ കഷ്ടത എന്ന് പറയുമ്പോൾ ഈ കഷ്ടത കൊണ്ട് എന്തെങ്കിലും കഷ്ടതയിൽ തന്നെ പൂർണ്ണതയുള്ളതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അത് നമ്മൾ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ കഷ്ടത, ആൻഡ്രൂ മുറേ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അതിനെപ്പറ്റി എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്. കാരണം ഇറ്റ് ഡ്രൈവ്സ് അസ് ടു ദ ഫീറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് നേരിടാൻ കഴിയാത്ത പ്രതിസന്ധികൾ നമുക്കുണ്ടാകുമ്പോൾ അത് നമ്മളെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനും തക്കവണ്ണം ആ ഒരു കഷ്ടതയോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ സഹായിക്കുന്നു. ദൈവപാദപീഠത്തിൽ ഇരിക്കുകയും ദൈവ സാന്നിധ്യവും അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ് അതിന് വ്യത്യാസം വരാനുള്ള കാര്യം. അല്ലാതെ ഞാൻ എത്ര നേരം എൻ്റെ മീല് സ്കിപ്പ് ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ് ദൈവം ഇത് ചെയ്യാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രവണത ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അത് കർമാചാര നിബദ്ധമായിട്ടുള്ള ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് കർമാചാര നിബദ്ധമായിട്ടുള്ള ഒരു രീതിയിലേക്കും അങ്ങനെ കാര്യങ്ങളെ ചിന്തിക്കാനും ഒരു നമ്മൾ പറയുന്ന പോലെ ഞാൻ എന്തോ ചെയ്തു അതിന് പകരം ദൈവം ചെയ്തു, ഞാൻ ഇത്ര നാൾ ഉപവസിച്ചു, അത്തരം ഉപവസിച്ചത് കൊണ്ടൊരു വ്യത്യാസം ഉണ്ടായി എന്നുള്ള നിലയിൽ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായി തീരുന്നത് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. കാരണം ഉപവാസമാകട്ടെ, നമ്മൾ പൗലോസ് പറയുന്ന പോലെ നമ്മെ തന്നെ ചുടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ആകട്ടെ, അതുകൊണ്ടൊന്നും പ്രയോജനമില്ലെന്നും ദൈവകൃപയാണ്, അസ്ഥാനത്ത് നൽകപ്പെടുന്ന അംഗീകാരം, അസ്ഥാനത്ത് നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ അംഗീകാരമാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്നും വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കോടി തുണിക്കണ്ടം പഴയ തുണിക്കണ്ടത്തോട് ചേർത്ത് തുന്നുമാറില്ല, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വെക്കാറില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുമ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് പകരപ്പെടുന്ന അംഗീകാരം ലഭിക്കത്തക്കവണ്ണം അവൻ്റെ കൂട്ടായ്മയിലും അവൻ്റെ സാന്നിധ്യത്തിലും വസിച്ച് ദൈവീയ കാര്യങ്ങളെ ഗ്രഹിക്കുകയും നമ്മളിലാണ് ആ വ്യത്യാസം ഉണ്ടാകേണ്ടതെങ്കിൽ നമ്മളിൽ ആ വ്യത്യാസം ഉണ്ടാകുകയും ആത്യന്തികമായിട്ട് ദൈവം എന്താണോ ആ സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത് അത് നിവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ വരിക. അപ്പം അങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതിന് പകരം നമുക്കറിയാമല്ലോ, ചില ആയുർവേദ ഷോപ്പിലൊക്കെ ചെല്ലുകയും അല്ലെങ്കിൽ അതുപോലെ ചില ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുകയും ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ ഇന്ന മരുന്ന് രാവിലെ ഉച്ചയ്ക്ക് ഇത്ര നാള്, അല്ലെങ്കിൽ ചില നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നാടൻ ഭാവി ഭൂത വർത്തമാനം നോക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് ചെന്നാൽ ഇതുപോലെ നീ ഇന്ന സ്ഥലത്ത് ചെന്ന് ഇന്ന സ്ഥലത്ത് ഇത്ര പരിപാടി ചെയ്യണം,
ഇന്ന ഭാഗത്ത് ഒരു 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 കാര്യമുണ്ട്, അവിടെ ചെന്ന് നീ ഇതുപോലൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നും പറഞ്ഞ് അവരും ഒരു പ്രെസ്ക്രിപ്ഷൻ തരും. എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രെസ്ക്രിപ്ഷൻ അല്ല ഈ ഉപവാസം. ദൈവത്തിന്റെ പൈതലിന് ദൈവത്തോടു കൂടെ ആയിരിക്കാനും ദൈവസന്നിധിയിൽ വസിക്കാനും ദൈവവചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് എപ്പോഴൊക്കെ ആ തന്നെ സ്നേഹിക്കുന്ന പ്രിയ അപ്പച്ചന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ അപ്പോഴെല്ലാം കടന്നു ചെല്ലാം. അല്ലാതെ അത് കേവലം പ്രശ്നങ്ങളുടെ മുഖത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് സെൽഫ് റൈച്ചിയസ്നെസ്സിൽ അല്ലാതെ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിനെ മാറ്റിയിട്ട് അതിനെപ്പറ്റി ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശബ്ബത്ത് ദിവസം എത്ര നടക്കാം, എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കിയതുപോലെ ഉപവസിക്കുമ്പോൾ മുഖം വികൃതമാക്കി മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു. അവർ വിശന്ന് നടക്കുന്നതല്ലാതെ അവർക്ക് ദൈവത്തിൽ നിന്നൊരു ഉത്തരവ് ഉണ്ടാവത്തില്ല. ദൈവികമായിട്ടുള്ളൊരു ജീവന്റെ അനുഭവത്തിലേക്ക് വരികയില്ല. അവരുടെ സ്വയനീതിയുടെ പുറന്തോട് പൊട്ടിക്കാൻ കഴിയാതെ അവര് ഈ സ്വയനീതിയുടെ പുറന്തോടിൻ്റെ ഉള്ളിൽ തന്നെ അവരിയ്ക്കുന്ന ഒരു അനുഭവത്തിലായിത്തീരും. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന്. തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രിയപ്പെട്ടവരെ, അത് കേവലം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നുള്ള നിലവാരത്തിൽ നിന്ന് നമ്മുടെ ഈ ദിവസങ്ങളിൽ ഉപവാസം മാറിയിട്ട് അത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കുകയും ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി എന്നേക്കാളധികം എനിക്കതിൽ വിടുതൽ ലഭിക്കണമെന്നും എനിക്കതിൽ വ്യത്യാസം ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ് ക്രിസ്തുവിൻ്റെ ദൈവപ്രതിമയെന്ന ആ സ്വരൂപത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ആത്മീയവും ഭൗതികവുമായ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ ദൈവം പല സാഹചര്യങ്ങളും ദൈവം രൂപാന്തരപ്പെടുത്തി നമ്മുടെ രൂപാന്തരത്തിനായിട്ട് അത് ഉപയോഗിക്കും. അത് നമ്മളെപ്പോഴും ഓരോ സാഹചര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ തന്നെ അതിൽ അവസാനിക്കുകയല്ല. ഈ പ്രശ്നങ്ങളോ എതിർപ്പുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ മറ്റെന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും അത് ക്രിസ്തു എന്ന ദൈവപ്രതിമയോട് അനുരൂപമായി നമ്മൾ രൂപാന്തരപ്പെടുന്ന തേജസ്സിനെ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്ന ചില അനുഭവങ്ങളായിട്ട് തീരണം എന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഒരു കർമാചാര നിബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്തു, ചില കർമ്മങ്ങൾ ചെയ്തു, അതിന് പകരം എനിക്ക് ദൈവം ഇങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. എന്നാൽ അഭൗമമായിട്ടുള്ള അളവില്ലാത്ത കൃപ തരുന്നവനായ ദൈവം, നമ്മൾ 2 കൊരിന്ത്യർ വായിക്കുന്ന പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് പോലെ ആ പറഞ്ഞു തീരാത്ത ആ കൃപകള് എന്നിൽ വർഷിക്കുന്നവനായ ദൈവം, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ സ്വർഗീയ പിതാവ്, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ തൻ്റെ സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് അയച്ച ദൈവം, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവനാ. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എന്തോന്നാ ഈ സകലവും എന്ന് പറയുന്നത്? ആ ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാനായിട്ട് മുന്നിയമിക്കുകയും വിളിക്കുകയും വേർതിരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ ആ പ്രോസസ്സിൽ ദൈവം അധികമായിട്ട് ദൈവിക കാര്യങ്ങൾ ചെയ്യും എന്നാണ് അവിടെ നമ്മളോട് പറയുന്നത്. അത് വേണ്ടതൊക്കെ ഇനി നമ്മൾ ചോദിച്ചിട്ടല്ല, എന്നാൽ അതേ സമയം തന്നെ അവനോട് കൂടെ സകലവും, ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സകലവും, നിത്യതയുള്ള ബന്ധത്തിൽ ദൈവം മുൻനിർണയിച്ചിരിക്കുന്ന സകലവും ചെയ്യാതെ ഇരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫീലിങ്ങോട് കൂടെ, കാരണം വിശ്വാസം ഉള്ളിടത്ത് ദൈവത്തെ കടന്ന് വിശ്വസിക്കാനും ദൈവം ഇപ്രകാരം ആണെന്ന് നേരത്തെ പ്രഖ്യാപിക്കാനും, അല്ലാതെ ഷൈലോക്കിനെ പോലെ വളരെ പിശുക്കനായിട്ടൊരാൾ കൃപയൊന്നും വിടുകയില്ല, അവസാനം ഉപവസിച്ച് എൻ്റെ ജീവൻ പോകുമെന്ന് കാണുമ്പം എന്തെങ്കിലുമൊക്കെ കൃപകൾ തരുന്ന ദൈവമല്ല. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം, ദാനിയേൽ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി ചെയ്തപ്പം നിന്റെ പ്രാർത്ഥനയുടെ 1-ാം ദിവസം തന്നെ ഞാൻ നിനക്ക് ഉത്തരം അരുളിയതാണ് എന്ന് പാർസി പ്രഭു എന്നാൽ എതിർത്തു നിന്നു എന്ന് വായിക്കുന്ന ഭാഗം നമ്മൾ മറന്നുപോയിട്ടില്ല. അപ്പം പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ, പ്രാർത്ഥിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നവ എന്ന് അറിയുന്ന ദൈവം, അതൊരു വെളിപ്പാടല്ലേ?
ഏ, യാചിക്കും മുമ്പേ കാര്യങ്ങളെ അറിയുന്നവനായ ഈ ദൈവം, നമ്മുടെ മനപ്രയാസങ്ങളെ മനോവ്യഥകളെ ഒക്കെ അറിയുന്ന ഈ ദൈവം അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് നമ്മളോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഉപവസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഈ ദിവസത്തിൽ കൃപയിൽ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ഉപവാസവും, അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയി ഒരു കർമാചാരം ചെയ്ത് ഞാൻ 15 മിനിറ്റ് ക്വയറ്റ് ടൈം എടുത്തു, അരമണിക്കൂർ വചനം വായിച്ചു എന്ന് വലിയ കാര്യത്തെ പറയുകയല്ല. നമുക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരിക്കാമോ, എത്രമാത്രം ദൈവപാദപീഠത്തിൽ ഇരിക്കാമോ, എത്രമാത്രം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ എൻജോയ് ചെയ്യാനായിട്ട് കഴിയുമോ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമോ, അങ്ങനെ അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവം. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ വന്നാൽ, അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എത്ര നേരം അവരോട് വർത്തമാനം പറഞ്ഞിരിക്കാനൊന്നും നമുക്കൊരു വിഷമവും ഇല്ലാത്തതുപോലെ തന്നെ അതിനേക്കാൾ എത്രയോ ഉന്നതനായ ഈ ദൈവം അവൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുക, രൂപാന്തരപ്പെടുക, വിഷയങ്ങളുടെ നിവർത്തീകരണം അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ അതിൻ്റെ പരിഹാരം മാത്രമല്ല, അതിലൂടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്നുള്ള ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.